ഒരു ഈ മത കാസ നേതൃത്വം. പോലുള്ള സംഘടനകളൊക്കെ ഉണ്ടല്ലോ, ഉവ്വ. എത്ര പ്രത്യക്ഷത്തിലാണ് വർഗീയത പറയുകയും വെനമസായിട്ട് ഇങ്ങനെ എന്താ പറയാ വർഗീയത പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന, അതൊക്കെ ഇപ്പൊ സഭാ നേതൃത്വം അറിയുന്നില്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണോ? പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടല്ലോ അവർക്ക്. കാസയ്ക്കൊക്കെ അതുകൊണ്ടാണല്ലോ അവർ ഇങ്ങനെ. ഒന്നാലോചിച്ച് നോക്ക്, സഭ എന്ന് പറയുന്നത് ഒരു മെത്രാന്റെ തറവാട്ടുകാരിയാണെന്ന് പറഞ്ഞല്ലോ. മെത്രാനാണ് സഭ. മെത്രാൻ എവിടെയാണോ അവിടെയാണ് സഭ. ഇതാണ് തിയറി, അതാണ് പ്രാക്ടീസ്. അങ്ങനെ സഭയ്ക്കുള്ളിൽ ഇത്രയും തീവ്രമായ ഒരു തീവ്രവാദം ഇങ്ങനെ പടർന്നു പിടിക്കുമ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് മെത്രാൻ സമൂഹം എങ്ങനെ പറയാൻ പറ്റും? കർശനമായിട്ട് അല്ല, അവർക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നത് കൊണ്ടാണല്ലോ അവർ വളരുന്നത്. സഭയിൽ പിന്തുണ ഇല്ല. അപ്പൊ അവരുടെ പിന്തുണ നഷ്ടപ്പെടുന്ന ആശയപരമായി പുതിയൊരു കാഴ്ചപ്പാട് സഭാ സമൂഹത്തിന് കൊടുക്കണം. എല്ലാ സമുദായങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും തീവ്രമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യരുണ്ടല്ലോ. അതിന് പ്രത്യേകിച്ച് ഒരു മതത്തിന്റെ പേരില്ല. എല്ലാ വിഭാഗത്തിലുണ്ട് തീവ്രമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യർ. പക്ഷെ അത് മിനിസ്യൂൾ മൈനോറിറ്റിയാണ്. മൈനോറിറ്റിയുടെ ആളുകളാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്. അവർക്ക് കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്ന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം വർദ്ധിച്ചു വരുമ്പോഴാണ് അവർ വളരുന്നത്. ഈ സാഹചര്യങ്ങളെയാണ് ഇല്ലാതാക്കേണ്ടത്. ഒരുപക്ഷെ കേരളത്തിൽ ഈ വർഗീയത തീവ്രമാകുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കത്തോലിക്ക സഭയുടെ അപജയമാണെന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്.